നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു വനദുർഗാ ക്ഷേത്രത്തെക്കുറിച്ചാണ്. നമ്മുടെ കേരളത്തിലല്ല, കർണാടകയിലുള്ളത്. കുറേ പേര് പോയിട്ടുണ്ടാകും, കുറേ പേര് പോകാത്ത ആൾക്കാരും ഉണ്ടാവും. മൂകാംബികയില്ലേ, കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രം. ആ മൂകാംബികയിലേക്ക് പോകുന്ന വഴിക്ക്, അതായത് ആ പ്രശസ്തമായ മൂകാംബികയുടെ കവാടം ഉണ്ടല്ലോ, ആ കവാടം കഴിഞ്ഞ ഉടനെ ഇടത് സൈഡിലായിട്ട് കാണുന്ന വനദുർഗാ ക്ഷേത്രം. ഒരുപാട് തവണ മൂകാംബികയിൽ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ക്ഷേത്രത്തിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ വനദുർഗാ ക്ഷേത്രത്തിൽ. അപ്പം ഈ അടുത്ത് ഞാനും എൻ്റെ വൈഫിൻ്റെ ഫാമിലി ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഒരു വനദുർഗാ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചതും അവിടുത്തെ ഒരു ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഒരു വനദുർഗാ ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചാനലായ ശരത് വ്ളോഗ്സിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. മൂകാംബികയിലേക്കുള്ള ഈ ഒരു പ്രവേശന കവാടം കഴിഞ്ഞ ഉടനെ തന്നെയാണ് മൂകാംബികയുടെ കാവലാളായുള്ള വനദുർഗാദേവിയുടെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കയറുമ്പോൾ തന്നെ ഇരുവശത്തും ധാരാളം തൊട്ടിലുകളും മണികളും തൂക്കിയിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഓരോ ഭക്തരുടെയും ആഗ്രഹ സഫലീകരണത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. മാസൈക്കട്ടെ അല്ലെങ്കിൽ മാസ്തിക്കട്ടെ എന്ന പേരിലാണ് ഈ ഒരു വനദുർഗാദേവി ക്ഷേത്രം അറിയപ്പെടുന്നത്. മൂകാംബികാദേവി ക്ഷേത്ര ദർശനത്തിന് മുമ്പോ ശേഷമോ ഓരോ ഭക്തരും തീർച്ചയായി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരിടം കൂടിയാണ് മാസൈക്കട്ടെ വനദുർഗാദേവി ക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീ ശങ്കരാചാര്യർ കുടജാദ്രിയിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ വന്ന് ധ്യാനിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് വിശ്വാസം. 64ഓളം ഭൂതഗണങ്ങളും യക്ഷിയും വിഘ്നേശ്വരനുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ഇവിടുത്തെ പല ശില്പങ്ങളും പ്രതിഷ്ഠകളും മരം കൊണ്ട് നിർമ്മിച്ചവയാണ്. അതിനാൽ തന്നെ കാലപ്പഴക്കത്തിന്റെ ആധിക്യം കാരണം പലതും ജീർണാവസ്ഥയിലുമാണ്. പക്ഷെ എന്നിരുന്നാലും ഇത്രയേറെ തിരക്കേറിയ ആ ഒരു റോഡിൽ നിന്നും ഈ ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ആനന്ദം, ഒരു ആശ്വാസം, അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് തൊട്ടിൽ കെട്ടി അമ്മയെ പ്രാർത്ഥിക്കണമെന്നുമാണ് അവിടുത്തെ പൂജാരിമാർ ഞങ്ങളോട് പറഞ്ഞത്. വിവാഹ തടസ്സം, വസ്തുവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ, ഇവയെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മാറിക്കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഏറെ കൗതുകമായി തോന്നിയ ഒരു കാര്യം, ഇവിടെ നമ്മൾക്ക് പ്രസാദമായി നൽകുന്നത് അവിടെ തന്നെയുള്ള ഒരുതരം മണ്ണാണ്. എല്ലാം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതി തന്നെയാണ്. ഇവിടെ വന്ന് നാം സത്യസന്ധതയോടെ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചാൽ അതെല്ലാം നമുക്ക് നടത്തി തരുമെന്നാണ് ഇവിടെ കാണുന്ന ഈ തൊട്ടിലുകളും മണികളും നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി മൂകാംബിക സന്ദർശിക്കുന്നവർ തീർച്ചയായും ഈ ഒരു ക്ഷേത്രം കൂടെ പരിഗണിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ആത്മാർത്ഥയോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ കൂടുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.